ഹലോ മച്ചാന്മാരെ, വെൽക്കം ടു ലാസ്റ്റ് ബെഞ്ച് മച്ചാൻസ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ഭ്രമയുഗം ട്രെയിലറിൻ്റെ റിയാക്ഷനായിട്ടാണ്. ഞാൻ ടീസർ കണ്ടിരുന്നു, വേറെ ലെവലായിരുന്നു വൈബ്. എൻ്റെ നെക്സ്റ്റ് ലെവൽ സിനിമ ആയിരിക്കും ഇത് മിക്കവാറും. ട്രെയിലർ ലോഞ്ച് ആയിട്ടുണ്ട്. നമുക്ക് ട്രെയിലർ കണ്ടിട്ട് നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ആക്കാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. വെൽക്കം ടു ലാസ്റ്റ് ബെഞ്ച് മച്ചാൻസ്. കാലം എന്തൊരരസികന. വിരസതയുടെ പ്രളയത്തിൽപ്പെട്ട് മുങ്ങിത്താവുമ്പോ പകിടളി തന്നെയാ നല്ലത്. ഇത് കരുക്കള്, ഇത് രണ്ടും പകിട. എറിയുമ്പോ വീണെണ്ണം നോക്കി കരു നീക്കണം. ആദ്യം ഇവിടെ കരുവത്തുന്ന ആള് ജയിക്കും. ഒക്കെ ഭാഗം പോലെയാ. ഇത് കരുക്കള്, ഇത് രണ്ടും പകിട. എറിയുമ്പോ വീണെണ്ണം നോക്കി കരു നീക്കണം. ആദ്യം ഇവിടെ കരുവത്തുന്ന ആള് ജയിക്കും. ഒക്കെ ഭാഗം പോലെയാ. നിനക്ക് 2 തവണ വിധി പണയം വെച്ച് കളിക്കാൻ പറ്റില്ല. ഇത് കരുക്കള്, ഇത് രണ്ടും പകിട. ഒക്കെ ഭാഗം പോലെയാ. ഇത് കരുക്കള്, ഇത് രണ്ടും പകിട. ഇത് കരുക്കള്, 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 ഇത് കരുക്കള്. ഇത് ഭ്രമയുഗ, കലിയുഗത്തിന്റെ ഒരു അപഭ്രംശം. എന്താ പറയുക, ഒരു നെക്സ്റ്റ് ലെവൽ ഫീൽ ആട്ടോ സിനിമ. ഒരു രക്ഷയില്ല. ഓ മൈ ഗോഡ്. അർജുൻ അശോകൻ്റെ ഒക്കെ എന്താ പറയുക, സംഭവം ഒരു രക്ഷയില്ല കേട്ടോ സിനിമ. നമ്മുടെ തീമും ആക്ടിങ്ങും ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിലാണ് സിനിമ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് എന്തെല്ലാം കാണുന്ന സിനിമ. കാരണം ബേസിക്കലി ഇതൊരു എന്താ പറയുക, ഒരു നമ്മുടെ ചുഴലി പോലത്തെ ഒരു സിനിമ. അങ്ങനെയൊന്നുമല്ല, എന്നാലും ബേസിക്കലി ഒരു കോൺസെപ്റ്റ് വൈസ് നമുക്ക് പറയാം ഒരു മേ ബി ഒരു ലൂപ്പ് അതായിരിക്കും. കാരണം അർജുന അശോകൻ എഴുന്നേൽക്കുന്ന ടൈമിൽ വേറെ സ്ഥലത്ത് വരുന്നു, പിന്നെ ആ ലൂപ്പിലേക്ക് പോകുന്നു, പിന്നെ വേറെ സ്ഥലത്ത് പോകുന്നു, പിന്നെ ആ ലൂപ്പിൽ പെടുന്നു. സോ മേ ബി സംതിങ് ലൈക്ക് ആ ഒരു കൈൻഡ് ഓഫ് ആയിരിക്കും. അപ്പോൾ എന്താ പറയുക, ഈ സിനിമയിൽ ഇനി പറയാനുള്ളത് മമ്മൂട്ടി. കാരണം ഒരു എക്സ്പെക്റ്റേഷനും വെച്ചിട്ട് ഈ സിനിമ കാണാൻ വരണ്ടെന്ന് ഓൾറെഡി പ്രൊമോഷൻസിൽ നമുക്ക് അത് തന്നെയാണ് പറയുന്നത്. സോ എക്സ്പെക്റ്റേഷൻ ഒന്നുമില്ല, ജസ്റ്റ് ഫ്രീ ആയിട്ട് പോവുക. കാരണം ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും പക്ക. ഇതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരിക്കും ഈ സിനിമ. ഒരു നെക്സ്റ്റ് ലെവൽ ഫീൽ ആയിരിക്കും പക്ക, 100% ഗ്യാരണ്ടി. കാരണം അങ്ങനെ ഉണ്ട് സിനിമ. ഒരു ഡിഫറെൻറ്റ് ഫീൽ എന്തായാലും തരുക. ഷോർട്ടാണ്. കാരണം നമ്മൾ മുടക്കുന്ന കാശിനുണ്ട്. നമുക്ക് ട്രെയിലർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. പിന്നെ മമ്മൂട്ടിയുടെ ആക്ടിങ്, അർജുനൻ അശോകൻ സിനിമയിൽ എനിക്ക് തോന്നുന്ന എന്താ പറയുക, ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് ആയിരിക്കും ഈ ഒരു സിനിമ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അർജുൻ അശോകൻ്റെ ലെവല്. കാരണം അമ്മാതിരത്തൊരു സ്പേസിലാണ് ഇപ്പം തന്നെയുള്ളത്. അതുമല്ലാണ്ട് ഈ ഒരു റോള് ആസിഫ് അലിക്ക് വന്നെന്നങ്ങാണ്ട് ഞാനൊരു ഇതിൽ കേട്ടായിരുന്നു. ബട്ട് ആസിഫ് അലിക്ക് വേറെ
സ്കെഡ്യൂളുള്ള കാരണം ഇത് കമ്മിറ്റാക്കാൻ പറ്റിയിട്ടില്ല. ബട്ട് ഇതൊരു അർജുൻ അശോകൻ്റെ കരിയറിലൊരു നെക്സ്റ്റ് ലെവൽ മൂവി ആയിരിക്കും. ടോട്ടലി പറയുകയാണെങ്കിൽ അതൊരു മലയാളം ഇൻഡസ്ട്രീൻ്റെ ഒരു നെക്സ്റ്റ് ലെവൽ മൂവി ആയിരിക്കും. എന്താ പറയുക, എന്തായാലും 15-ാം തീയതിയാണ് റിലീസ്, ഫെബ്രുവരി. അപ്പോൾ എന്തായാലും നമുക്ക് അന്ന് അറിയാം. ബട്ട് ഡെഫിനറ്റ്ലി ഇതൊരു നല്ലൊരു ഇമ്പാക്റ്റ് ആക്കി മലയാളം ഇൻഡസ്ട്രിയിൽ ഈ ഒരു മൂവി. കാരണം ഇപ്പം കണ്ടിട്ട് എനിക്ക് എന്താ പറയുക, ഭയങ്കര ഒരു എന്താ പറയുക, ഇപ്പം കാണണമെന്നൊരു ഫീല്. സോ എന്തായാലും നമുക്ക് എന്തായാലും 15-ാം തീയതി ഫെബ്രുവരി 15th ആണ് മൂവി വേൾഡ് വൈഡ് ആയിട്ട് റിലീസ് ആവുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഫെബ്രുവരി 15th സിനിമ കണ്ടിട്ട് നമുക്ക് ഇനിയൊരു അതിൻ്റെ അപ്ഡേറ്റഡ് വീഡിയോ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നല്ല നല്ല വീഡിയോസ് ഇനിയും നമ്മൾ കുറേ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിലേക്ക് കാണുന്നവരേക്കും സൈനിങ് ഓഫ്. ബൈ, ടേക്ക് കെയർ.